അതിന്റെ ഉള്ളിൽ പറഞ്ഞ ചരിത്രം വളരെ ഗൗരവമുള്ളതാണ്. കാരണം 2000 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളില് ഈസാ നബി ജനിച്ചു. എങ്ങനെ ജനിച്ചു? കന്യകയായ മറിയമിന്റെ കന്യകാത്വം വളരാതെ, ഒരു പുരുഷൻ കയറി സംസ്കർക്ക ബന്ധം നടത്താതെ, ഒരു തുള്ളി ബീജം അതേ മറിയമിന്റെ ഗർഭപാത്രത്തിലേക്ക് കടക്കാതെ മറിയമിന്റെ വയറ്റില് കുട്ടിയുണ്ടായപ്പോ ജനങ്ങൾ ചോദിച്ചു പോയി, മറിയമോ, ഓ മറിയമേ, നീ പിഴച്ചു പോയിരിക്കുന്നു, വ്യഭിചരിച്ചിരിക്കുന്നു, നീ തേവടിഷിയായിരിക്കുന്നു, നീ വേശിയായിരിക്കുന്നു. പലരും പല പേര് പറഞ്ഞിട്ട് മറിയം ബീവിനെങ്ങനെ പറപ്പിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് മറിയം ബീവി ദ്വാരക്കുകയാണ്. പഠിച്ചവരോ, ആളുകളല്ല തപ്പാടിച്ചു എന്ന് വിളിക്കുന്നല്ലോ, ഞാനെന്തു വേണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു മറിയമിനോട് പറയുന്നു, മറിയമേ, ഒരാളോട് ഒരക്ഷരം പറയണ്ട. ആര് വന്നിട്ട് കുട്ടിയുടെ വാപ്പാരാന്ന് ചോദിച്ചാൽ ഡോണ്ട് ടോക്ക്, ലിസൺ, ഒരക്ഷരം ഉണ്ടണ്ട. അല്ലാഹു പറയാ. നമ്മുടെ നാട്ടിലാണെങ്കിലോ, മോനെ നല്ലോണം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സൂറത്താ കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് വലിയൊരു അർത്ഥത്തിലേക്കാ. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചു കൊണ്ടിരുന്നാലേ അത് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹു പറയുന്നു, ആരോടും സംസാരിക്കണ്ട മറിയമേ. കുട്ടിയുടെ വാപ്പാന്ന് എല്ലാവർക്കും അറിയണം. മറിയം ബീവിനെ കെട്ടിച്ചു കൊടുത്തിട്ടില്ല. മറിയം ബീവിനെ ഒരു പുരുഷൻ കയറി തൊട്ടിട്ടില്ല. മറിയം ബീവിയുടെ കന്യകാത്വം ഭേദിക്കപ്പെട്ടിട്ടില്ല. പിന്നെ മറിയം ബീവിയുടെ വയറും ഇങ്ങനെ വീർത്തു വന്നു. ആളുകളൊക്കെ ചോദിച്ചു പോയി, എന്താ കഥ? കെട്ടിച്ചു കൊടുക്കാത്ത ഒരാളും തൊടാത്ത മറിയം ഇതാ ഗർഭിണിയായിരിക്കുന്നു. ആളുകൾ പറഞ്ഞു, ആരെന്തേലൊക്കെ ഉണ്ടാവുന്നേ, അല്ലാതെ ഇപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മുടെ നാട്ടിലെ വർത്താനാണല്ലോ. അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അൻഹ പാവം കരഞ്ഞിങ്ങനെ നിലവിളിച്ചു. അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, ഈ ജനങ്ങൾ എന്നെ വേശ്യാന്നാ വിളിക്കുന്നത്, വ്യഭിചാരി എന്നാ വിളിക്കുന്നത്. ഞാനാകെ പെട്ടുപോയിരിക്കുകയാണ്. ഞാൻ ഇവരോട് എന്ത് മറുപടി പറയും? എനിക്കും നിനക്കും മാത്രമാണല്ലോ ഇതിന്റെ രഹസ്യം അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് പറയണം? ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, മിണ്ടണ്ട. ആർക്കെങ്കിലും പാപ്പാൻ അറിയണമെന്ന് സംശയമുണ്ടെങ്കിൽ അവര് വന്ന് ഗർഭമുള്ള നിന്റെ വയറിന്റെ നേരെ നിന്നുകൊണ്ട് ചോദിക്കട്ടെ, ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയുടെ ഫാദർ ആരാ, തന്താരാ, ബാപ്പാരാ? സംശയമുള്ളവർ ചോദിക്കട്ടെ. ചോദിച്ചാൽ എന്താ നടക്കാൻ പോണത്? മകനോ മകളോ ചോദിച്ച നേരത്ത് മകനാറാഹേ മതുക്ക് പിറന്ന് ചൊന്നോവർ പശമേറും രാവിൽ നടന്നങ്ങ് പോവുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. ഈ നൂറ്റാണ്ടില് ശൂന്യാളല്ലാതെ വിജയിക്കില്ല മോനെ. ഞാൻ ഇതിന്റെ ഇടയതൊന്ന് കേറിയത് പറയാട്ടോ. എന്താ കാര്യം എന്നറിയോ? മുഹയ്യിദ്ദീൻ മാലയുടെ 400ാം വാർഷികം ആഘോഷിക്കുന്നത് ആരാ? ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, സകല പുലാദി ഒക്കെ. യമൻ കാരാശേരിയെ പോലത്തെ കാരാക്കൂസുകൾക്ക് പോലും മുഹയ്യിദ്ദീൻ ശൈഖിന്റെ കറാമത്ത് ഇപ്പോ പിടിച്ചു, ക്ലച്ച് പിടിച്ചു.